രഘു, രഘു, ശോഭയ്ക്ക് സുഖമായോ? ഞാൻ ആരും അറിയാതെ രഘുവിനെ കാണാൻ വന്നതാണ്. രഘുവിന് എങ്ങനെ ഇരിക്കുന്നു? ശോഭേ, ഈ പനിയും വെച്ചുകൊണ്ട് ഇങ്ങനെ വരാമോ? അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഞാൻ കാരണമല്ലേ രഘു ഇങ്ങനെ ആസ്പത്രി കിടക്കേണ്ടി വന്നത്. ശോഭേ, സുഖമില്ലാതിരുന്ന നീ ഇങ്ങനെ ഓടി വരേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ നിന്റെ അച്ഛനും അമ്മയ്ക്കോ നഷ്ടം? സാരമില്ല മീനാക്ഷി, നമ്മുടെ കുട്ടികളല്ലേ. മോളെ, രഘുവിന് വേഗം ഭേദമാകും. വാ, വീട്ടിലേക്ക് പോ. എണീക്ക്. രഘു, ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. രഘു, എന്താ ശോഭേ? മുറിവ് കരിഞ്ഞോ? ഇപ്പൊ വേദന കുറവുണ്ടോ? ശോഭയുടെ കൈ തൊട്ട ഉടനെ എന്റെ വേദന പറന്നുപോയി. എനിക്ക് പനിയെന്ന് കേട്ട ഉടനെ സൈക്കിൾ എടുത്തോണ്ട് പോയി ആക്സിഡന്റ് ഉണ്ടാക്കിയല്ലോ. നാളെ എനിക്ക് വേറെന്തെങ്കിലും സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? ഏതെങ്കിലും ചുറ്റുപാടിൽ ഞാൻ രഘുവിനെ വിട്ടുപിരിയേണ്ടി വന്നാൽ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്നാൽ അമ്മയും അച്ഛനും എനിക്ക് വേറൊരു കല്യാണം തീരുമാനിക്കുന്നു. അപ്പോ സുഭദ്രയെ അർജുനൻ മോഷിച്ചുകൊണ്ട് പോയതുപോലെ ഞാൻ ശോഭയെ തട്ടിക്കൊണ്ടു പോകും. അത് പോട്ടെ, ഒരു പക്ഷേ ഞാൻ മരിച്ചുപോയല്ലോ. ശോഭേ, ആ നിമിഷം എന്റെ ജീവിതവും അവസാനിക്കും. ശോഭേ, ജീവിതത്തിൽ ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എന്താണ്? ഈ മടിയിൽ തലചായ്ച്ചുകൊണ്ട് ഈ ചിരിച്ച മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഈ ലോകത്തോട് യാത്ര പറയണം. ഗുഡ് ലക്ക്. താങ്ക് യു സർ. രഘു, ഈ കോളേജിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായി സെലക്ഷൻ കിട്ടിയ ആദ്യത്തെ സ്റ്റുഡന്റ് രഘുവാണ്. വി ആർ പ്രൗഡ് ഓഫ് യു. ഓൾ യുവർ ബ്ലെസ്സിംഗ് സർ. എന്തുകൊണ്ട് പോകുന്നില്ല? ഇങ്ങനൊരു ചാൻസ് വേറെ ആർക്കെങ്കിലും കിട്ടുമോ? സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലും അമേരിക്കയിൽ 3 വർഷം പഠിക്കാൻ വേറെയും ചിലവ് വരില്ലേ ശോഭേ? ഞാൻ അച്ഛനോട് പറയാം. വേണ്ട ശോഭേ. അപ്പോഴതല്ല സത്യം. 2-3 വർഷം എന്നെ കാണാതിരിക്കുന്ന വിഷമമാണ് അല്ലേ? എന്തുമാകട്ടെ, മനസ്സിന് ഇഷ്ടമല്ലാതെ എന്തിനു പോണം? പോകുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി. ഈ സാഹചര്യത്തിൽ ഞാൻ പോകുന്നില്ല. പോകുന്നില്ലല്ലോ? ഇല്ല. രഘു, രഘു, നടക്ക്. രഘു, ഞാൻ നിനക്കാരാണ്? എന്റെ എല്ലാം, എന്റെ കാണപ്പെട്ട ദൈവം. എന്നോട് ചോദിക്കാതെ അമേരിക്കയിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ നീ ആര്? നിവൃത്തിയില്ലാത്തവൻ അതൊക്കെ ആശിക്കാമെങ്കിൽ. ഡാഡി, ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻസൾട്ട് ടു us. ഹൂ ഈസ് നിവൃത്തിയില്ലാത്തവൻ? ഹൂ ഈസ് നിവൃത്തിയില്ലാത്തവൻ? ഡാഡി, നമുക്ക് ഇപ്പൊ അതിനൊരു തീരുമാനം എടുക്കണം. ഡാഡി ജഡ്ജ്, അങ്ങോട്ട് ഇരിക്കൂ. യെസ്, ഐ ആം ജഡ്ജ്. അങ്ങനെ വിട്ടാ കൊള്ളില്ലല്ലോ. അത് കൊള്ളാം. നിവൃത്തിയില്ലാത്ത ഈ പയ്യൻ പ്രതി. പ്രതിയുടെ പേരിലുള്ള കുറ്റം? ഒരു മഹാഭാഗ്യം വന്നിട്ടും പ്രതി അത് വലിച്ചെറിഞ്ഞ് തന്നെയും സ്നേഹിക്കുന്നവരെയും സമൂഹത്തെയും വഞ്ചിക്കുന്നു. മിസ്റ്റർ രഘുനാഥ്, ദിസ് ഈസ് an unpardonable crime. ഈ കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്കിൾ, പിന്നെ ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. നോ അങ്കിൾ ബിസിനസ് ഹിയർ. ഓണറബിൾ കോർട്ട്. Objection sustained. No bloody uncle business here. I am the judge. Proceed. മിസ്റ്റർ രഘു, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരല്ലേ മിസ്റ്റർ വിശ്വനാഥ മേനോനും അദ്ദേഹത്തിന്റെ മകൾ ശോഭയും? അതെ. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ കടപ്പെട്ടവരല്ലേ അവർ? അതെ. അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നത് നന്ദികേടല്ലേ? അതെ. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ഒരു ചെറുപ്പക്കാരൻ ചില നിസ്സാര കാരണങ്ങൾ കാണിച്ച് തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവർക്ക് അഭിമാനവും ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു ഉയർന്ന വിദ്യാഭ്യാസം നിരസിക്കുന്നത് അന്യായമാണ്, അക്രമമാണ്, അനീതിയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.
രണ്ടു കൂട്ടരുടെയും വാദം കേട്ട ശേഷം പ്രതി മനഃപൂർവ്വം കുറ്റം ചെയ്തതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രതിയെ അമേരിക്കയിലേക്ക് ശിക്ഷയായി 3 വർഷത്തേക്ക് നാളെ കടത്തിയിരിക്കുന്നു. താങ്ക് യു റാണർ. The court adjourned. രഘു, എന്ത് ത്യാഗം സഹിച്ചാലും നീ പഠിച്ചു മിടുക്കനാണെന്നുള്ളത് എന്റെയും എന്റെ മകളുടെയും ആഗ്രഹമാണ്. അങ്കിൾ, ആ ഇപ്പോഴും കാക്കയൊന്നും പിടിക്കണ്ട. മരുമകനായി പെർമിറ്റ് കിട്ടിയതിന് ശേഷം മതി. ആം ഐ കറക്റ്റ് ഡാഡി? യു ആർ കറക്റ്റ് മൈ ബേബി. മോളെ, ഒരു പെക്കൂടെ റിക്വസ്റ്റ് ഒബ്ജക്ഷനബിൾ. പെണ്ണിന്റെ ഒരു രക്ഷയില്ല. മീനാക്ഷി, നീ ഒരു വിശേഷം അറിഞ്ഞോ? ഓ, നിങ്ങളുടെ കമലമ്മയുടെ വിശേഷമായിരിക്കും. നോക്ക്, എപ്പോഴും എന്നെയും കമലമ്മയും ചേർത്ത് കഥ പറഞ്ഞാൽ ഉള്ളിൽ അറം പറ്റും. എന്റെ മനസ്സ് വളരെ ലോലമാണ്. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എന്ന കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ രഘു നാട് വിട്ട് പോകാൻ പോകുന്നു. നന്നായിരിക്കട്ടെ. ഗണപതിക്ക് 101 തേങ്ങ അടിച്ചേക്കാം. നിനക്ക് അത്രയ്ക്ക് വെറുപ്പാണോ അവനോട്? അവൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ എന്റെ മോള് നന്നായി വരും. അവൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? അമേരിക്കയിലേക്ക്. ആഫ്രിക്ക കൂടെ പോകാൻ പറഞ്ഞോട്ടെ. 3 വർഷം പഠിപ്പ് കഴിഞ്ഞാൽ അവൻ അമേരിക്കയിൽ തന്നെ ജോലി കിട്ടും. ശമ്പളം സ്റ്റാർട്ടിംഗ് മാസം $3000 എന്ന് വെച്ചാൽ 30,000 രൂപ. 30,000 രൂപയോ? രഘുവിനോ? അതെ. പിന്നെ ആ ജഡ്ജി ശങ്കരൻ നായരെ ഇന്നലെ വഴി വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ രഘുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നൊരാശ. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, നിനക്ക് സമാധാനമാകുമല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞു. ഓ, നിങ്ങളെപ്പോലെ ഇങ്ങനെ കഥയില്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ വീട്ടിലും ഇല്ലേ? തങ്കക്കുടം പോലൊരു പെണ്ണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? രഘു പോകുന്നതിന് മുമ്പ് മോതിരം മാറ്റി നടത്തണമെന്നാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ അങ്ങനെ മോതിരം മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ മോളെ രഘു തന്നെ കല്യാണം കഴിക്കും. ആ ജഡ്ജിയോട് പറഞ്ഞേക്കണം. പിതാവേ, എന്റെ മീനാക്ഷി ഒരു നിമിഷം കൊണ്ട് എങ്ങനെ മാറുന്നു എന്ന് അവൾ തന്നെ അറിയുന്നില്ലേ? അവൾക്ക് മാപ്പ് കൊടുക്കരുതേ. ഡാഡി, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ബ്രഹ്മാസ്ത്രം അങ്ങനെ ഇരിക്കുന്നു. വണ്ടർഫുൾ. ഇനി ബാക്കി നാളെ കൂടി കാണാം. വാ. ഓക്കെ. മോനെ രഘു, എന്താ അമ്മായി? ഇതൊക്കെ എടുത്തു വെക്കാൻ ഞങ്ങളില്ലേ കുഞ്ഞേ? ഞാനെടുത്ത് വെച്ചോളാം. വേണ്ട കുഞ്ഞേ. ഇത്രയും കാലം ഞാൻ അമ്മായിക്ക് ഭാരമായിട്ട് ജീവിച്ചു. ഒരു ഭാരവും ഇല്ല. നീ ഇവിടെ വന്നതിന് ശേഷമാ ശോഭയുടെ അച്ഛന് 4 കേസ് കിട്ടി തുടങ്ങിയത്. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ സ്വന്തം മോനായിരുന്നെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നീ ഇവിടെ വരുവോ? മോനെ, നീ എന്റെ കൂടെ വാ. നമുക്ക് കടയ്ക്ക് പോണം. നീ അമേരിക്ക പോവല്ലേ? ഒരു 5-6 നല്ല പാന്റ് കോട്ടും ഒക്കെ വാങ്ങണം. അമ്മായിക്ക് ആള് മാറിപ്പോയോ? എന്നോട് ഇതുവരെ ഒരു ദിവസം പോലും ഇത്ര സ്നേഹമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്റെ സ്നേഹം വെളിയിൽ കാണിക്കത്തില്ല, മനസ്സ് വെച്ചോണ്ടിരിക്കും. അതാ എന്റെ സ്വഭാവം. നീ ശോഭയും എന്റെ 2 കണ്ണുകളാ, അറിയാമോ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ ശിഷ്യ ഗുരു. ഓം ശാന്തി ശാന്തി. നിങ്ങളെന്തിനാ ചിരിക്കുന്നത്? അവൻ വേറെ ആരുമല്ല, എന്റെ മരുമോനാ. മരുമകൻ? ഓ, മരുമകൻ. റെഡി? യെസ്, റെഡി. ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ എന്തിനാ ഈ ഫോട്ടോ? ഇനി 3 വർഷം കഴിഞ്ഞല്ലേ രഘുവിനെ എനിക്ക് കാണാൻ സാധിക്കൂ. ശോഭയുടെ ഫോട്ടോ ഞാൻ എപ്പോഴേ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് എവിടെ? എന്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഫോട്ടോ. ഇത് വേറെ ഫോട്ടോ. ചിരിച്ചോണ്ട് നിൽക്കണം. ഇവിടെ തന്നെ നിൽക്കണം. റെഡി? ഇങ്ങനെയാണോ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത്? സോറി, ഇനി നേരെ നിൽക്കാം. റെഡി? സ്മൈൽ. എനിക്ക് ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. ഓ,
വലിയ സ്റ്റൈല് അമേരിക്ക പോകുന്നെന്നും പറഞ്ഞു വങ്കി കോരിങ്. ചുമ്മാ നേരം പോക്കല്ലേ. ഇനി എത്ര ദിവസം ഞാനിങ്ങനെ തമാശ കാണിക്കും? ഇനി നീ പറയുന്ന പോസിൽ ഞാൻ നിൽക്കാം. വേണ്ട, എനിക്കിപ്പോ മനസ്സിലായി. പ്ലീസ്, എന്റെ തങ്കമല്ലേ, എന്റെ കണ്ണല്ലേ. റെഡി? ആ, സ്റ്റഡി നിൽക്കണേ. അടുത്ത് നിൽക്ക്.